നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതിലിപ്പോ എന്താ തെറ്റായിട്ടുള്ളത്? എങ്ങനെ ഇവിടെ നമ്മുടെ കൺമുന്നിൽ വളർന്ന പെൺകുട്ടിയെ ഇവിടെ ഒരു വിവാഹം നടക്കുന്നതിനൊപ്പം അവളുടെയും വിവാഹം നടക്കുമ്പോൾ അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് ആർക്കും ഒന്നും തോന്നേണ്ട കാര്യമില്ല. ശരി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഞാനായിട്ട് എതിർക്കുന്നില്ല. ഹൈമാവതിയോട് ശ്രേയോടും ഞാൻ സംസാരിച്ചോളാം. അത് മതി. അമ്മ മുത്തശ്ശിയോടും ഗംഗയോടും കൂടി കാര്യം പറഞ്ഞേക്കൂ. ശരി, നീ വേഗം റെഡിയാവ. എനിക്ക് ആഭരണം എടുക്കാൻ ആ ഗംഗ എന്തിനാ കൊണ്ടുപോകുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. നിനക്കെന്താ നഷ്ടം? അവളൂടെ പോന്നോട്ടെ. അതെന്ത് ന്യായം അമ്മേ? ഇതെന്താ മഹിയേട്ടനിപ്പൊ എവിടെ പോണെങ്കിലും ഗംഗ കൂടെ ഉണ്ടായാലേ പറ്റൂന്നാണോ? എന്റെ മോളെ, നമുക്കിപ്പൊ എതിർക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ഈ കല്യാണം കഴിയുന്നതുവരെ നീ ഒന്ന് ക്ഷമിക്ക്. ക്ഷമിച്ച് ഞാൻ മടുത്തു. ഇതിപ്പോ ഒരുപാടായി. അന്ന് വിവാഹ വസ്ത്രം എടുക്കാൻ ഇവളെ കൊണ്ടുപോയേ പറ്റുമെന്ന് ആ കുട്ടിപ്പിശാശനായിരുന്നു നിർബന്ധം. എന്നിട്ട് എന്തായി? ആ കല്യാണം മുടങ്ങിയില്ലേ? അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. എനിക്ക് അവള് വരുന്ന ഇഷ്ടമല്ല, അത് തന്നെ ബന്ധം. എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ ഇത്? വീട്ടു ജോലിക്കാരെ കൂട്ടിയാണോ വിവാഹത്തിന് ആഭരണം എടുക്കാൻ പോകുന്നേ? അതും മഹിയേട്ടന്റെ നിർബന്ധപ്രകാരം. എടി, എല്ലാം ദേ ഈ വിവാഹത്തോടെ കഴിയുമല്ലോ. കല്യാണം കഴിഞ്ഞാൽ ഇവളെ കൊണ്ട് നകുല് പോകും. പിന്നെ ഗംഗയുടെ നിഴല് പോലും നിന്റെ ജീവിതത്തിന് കുറുകെ വരില്ല. അതാ എന്റെ ആകെയുള്ള ആശ്വാസം. എത്രയും പെട്ടെന്ന് കല്യാണം ഒന്ന് നടന്നാ മതിയായിരുന്നു. അതല്ലമ്മേ, ഇനി അവിടെ ചെല്ലുമ്പോ മഹിയേട്ടൻ ഗോൾഡ് എല്ലാം കൂടി അവൾക്ക് വാങ്ങിക്കൊടുക്കൂ. അതിനാണോ ഈ സാധനത്തിന് കെട്ടിയെടുത്തോണ്ട് പോകുന്നേ? ഓ, അങ്ങനെയൊന്നും കൊടുക്കില്ല. അതിന് നാത്തു സമ്മതിക്കുകയില്ല. അല്ലെങ്കിൽ തന്നെ കൊടുത്താ എന്തോരം കൊടുക്കാനാ? 10 100 പവൻ കൊടുക്കും. അത്രയും പവൻ കൊടുത്താലൊന്നും ആവില്ലല്ലോ. എടി മോളെ, ഇങ്ങോട്ട് നോക്കി. ഈ കൈലാസത്തിന്റെ ആസ്തി വെച്ച് നോക്കുമ്പോ അത് കടലിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുക്കുന്നത് പോലെ മാത്രമേ കാണൂ. അത് നമ്മളങ്ങ് കണ്ണടച്ച് കളയുന്നതാ നല്ലത്. അല്ലെങ്കിൽ പിന്നെ മഹിക്കും ആ കുട്ടിപ്പിശാച്ച് മാളൂനും ദേഷ്യാവും. അതെന്തായാലും വേണ്ട. ഈ കൈലാസം മുഴുവൻ നിന്റെ കയ്യിലേക്കാ വരാൻ പോകുന്നേ. പിന്നെ ഗംഗാന്നല്ല, നിനക്കിഷ്ടമില്ലാത്ത ഒരു പുൽക്കൊടി പോലും ഇവിടെ ഉണ്ടാവില്ല. ഉണ്ടാവാൻ നമ്മൾ സമ്മതിക്കില്ല. എങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത്രയൊക്കെ ആഗ്രഹിച്ചിട്ട് ലാസ്റ്റ് ഒന്നും കിട്ടാതെ വരൂ അമ്മേ. കരുതാക്കെടുത്ത് വളയ്ക്കാതടി. വല്ല ഗുളികനും നാവിൻ തുമ്പത്തിരിക്കുന്ന സമയത്താ പറയുന്നതെങ്കിൽ പണി കിട്ടും. അയ്യോ വേണ്ട. മഹിയേട്ടന്റെ ഭാര്യയായി കൈലാസം ഭരിക്കുന്നത് സ്വപ്നം കണ്ടുപോയി. എന്തെങ്കിലും ആവട്ടെ, മഹിയേട്ടനെ വെറുതെ മുഷിപ്പിക്കണ്ട. ആ പെണ്ണ് വന്നോട്ടെ. ആ, ഒന്നുമില്ലെങ്കിലും വാങ്ങുന്ന സാധനം എടുത്തോണ്ട് വരാൻ ഒരാളാവുമല്ലോ. അതെ, നീ അങ്ങനെ ചിന്തിക്കണം. സമയം കളയാതെ വേഗം റെഡിയാവാൻ നോക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.